കെ പ്രേമചന്ദ്രൻ എം പി സംസാരിക്കുന്നു. ഇതാണോ പിണറായി വിജയൻ ഉദ്ദേശിച്ച നവകേരളം? കാരണം ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സംരംഭം, പ്രത്യേകിച്ചും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ ഒരു സംഭവവും കരിങ്കൊടി കാണിച്ച സംഭവവും റിപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ കൊലപാതക ശ്രമത്തുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരായി 24 ന്യൂസിൻ്റെ എറണാകുളം റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള വിനീതയ്ക്കെതിരായിട്ടുള്ള കേസ് ജനാധിപത്യത്തോടുള്ള ഏറ്റവും കനത്ത അവഹേളനമാണ്. മാധ്യമ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യ സംരക്ഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലക്കല്ല് എന്ന് നിരന്തരം പറയുകയും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രസംഗിക്കുകയും പോരാടുകയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ഒരു സംഭവം, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനാ കേസിൽ 24 ന്യൂസിൻ്റെ എറണാകുളം റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള വിനീതയ്ക്കെതിരായി ഗൂഢാലോചനാ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുള്ളത്. സമാന സ്വഭാവത്തിലുള്ള കേസാണ് നേരത്തെ ഏഷ്യാനെറ്റ് റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ എറണാകുളത്ത് ആർഷോ, SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോയുടെ മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തതിൻ്റെ പേരിലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർക്കെതിരായി നേരത്തെ കേസെടുത്തത്. എനിക്കിവിടെ പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ, രാജ്യസഭയിലും അതുപോലെ രാജ്യസഭയ്ക്ക് പുറത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ചടങ്ങിലും കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി ശ്രീ അനുരാഗ് സിംഗ് താക്കൂർ പറഞ്ഞ ഒരു കാര്യം സ്ഥിരീകരിക്കുകയാണ് ഇന്നത്തെ ഈ നടപടി. കാരണം അനുരാഗ് സിംഗ് താക്കൂർ പറഞ്ഞത് കേരളത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിട്ടിരിക്കുന്നു, മാധ്യമ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തുന്നു, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കെതിരായി ക്രിമിനൽ കേസ് എടുക്കുന്നത് അടക്കമുള്ള നടപടികൾ കേരളത്തിൽ നടക്കുന്നു. ഏറ്റവും കൂടുതൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണം നടക്കുന്നത് കേരളത്തിലാണ് എന്ന് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പ്രസംഗിച്ച, ലോക്സഭയിൽ പ്രസംഗിച്ച അനുരാഗ് സിംഗ് താക്കൂറിൻ്റെ ആ നിലപാടിനെ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപത്തെ സ്ഥിരീകരിക്കുന്ന നടപടിയാണ് 24 ന്യൂസിൻ്റെ വാർത്താ ലേഖികയായിട്ടുള്ള വിനീതയ്ക്കെതിരായി പിണറായി വിജയൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ള കേസ്. CPMനും CPM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനും ജനാധിപത്യത്തെക്കുറിച്ചും മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പറയാനുള്ള ഒരവകാശവുമില്ല. രാജഭരണമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് എന്ന നിലയിൽ, രാജവാഴ്ചയാണ് നടക്കുന്നത് എന്ന നിലയിലാണ് പാർട്ടിയും അണികളും അതുപോലെ തന്നെ നേതൃത്വവും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വാസവൻ പറഞ്ഞത് ദൈവത്തിൻ്റെ അവതാരമാണ് പിണറായി വിജയൻ എന്നിവരെ പറയുന്ന നിലയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും ഭരണകൂടവും ഒക്കെ മാറുന്ന സ്ഥിതി വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ളതാണ്. ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടുക മാത്രമല്ല, പിണറായി വിജയൻ അനിഷ്ടകരമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചാൽ അവർക്കെതിരായി ക്രിമിനൽ കേസെടുത്ത് കൽത്തുറുങ്കിലടയ്ക്കുമെന്നുള്ള ഒരു വലിയ സന്ദേശം കൂടിയാണ് സംസ്ഥാനത്ത് നൽകുന്നത്. അരാജകാവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. ഒരു ഭാഗത്ത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പോര്, അതിൻ്റെ പേരിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല കുത്തഴിഞ്ഞ പുസ്തകം പോലെയായി. നവകേരള യാത്രയുടെ പേരിൽ ആരംഭിച്ച ദിവസം മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന തെരുവിൽ ഗുണ്ടാ വിളയാട്ടം നടക്കുക. തെരുവ് ഗുണ്ടകളുടെ സംരക്ഷണത്തിൽ യാത്ര ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയും ആ ഗവൺമെൻറ്റിൽ നിന്നും ഇതിനപ്പുറത്തൊന്നും മാധ്യമ സുഹൃത്തുക്കൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ കേരളത്തിൽ മാധ്യമങ്ങൾക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ കടന്നാക്രമണത്തെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ എതിർക്കും. മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിന് 24 ന്യൂസ് അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളോടും അവരുടെ മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് 24 ന്യൂസിൻ്റെ ആവശ്യമല്ല, മാധ്യമ സ്ഥാപനങ്ങളുടെ ആവശ്യമല്ല, ജനാധിപത്യം നിലനിൽക്കാൻ അനിവാര്യമായിട്ടുള്ളതാണ് എന്നതുകൊണ്ട് തന്നെ ആ നിലപാടിനോട് 100% യോജിക്കുന്നു. അവസാനം വരെ പൊരുതാൻ ഞങ്ങളുടെയൊക്കെ പിന്തുണ ഈ കാര്യത്തിലുണ്ടാകും. ശ്രദ്ധേയമായ ഒരു കാര്യം, പ്രതിഷേധം നടക്കുമ്പോൾ വിനീത സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന വിചിത്രവാദമാണ് പോലീസ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ഇത്തരം പ്രതിഷേധം നടക്കുമ്പോൾ സംഭവ സ്ഥലത്തുണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. സംഭവ സ്ഥലത്തുണ്ടാകാൻ പാടില്ലേ? ഒരക്രമ സംഭവം നടക്കുന്ന സ്ഥലത്ത്, സംഘർഷം നടക്കുന്ന സ്ഥലത്ത്, യുദ്ധം നടക്കുന്ന സ്ഥലത്ത് പോലും മാധ്യമപ്രവർത്തകർക്ക് അവകാശമുണ്ട്, അവർക്ക് സംരക്ഷണമുണ്ട്. യുദ്ധമുന്നണിയിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകമായ പരിരക്ഷ ലഭിക്കുന്ന ആ ലോകനീതി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് മാധ്യമപ്രവർത്തക സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ അവർക്കെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഫാസിസത്തിൻ്റെ മുഖമാണ് പിണറായി വിജയൻ ഭരണത്തിൽ കേരളത്തിൽ പ്രതിഫലിക്കുന്നത്.
നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തനിപ്പകർപ്പാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റ്. എന്നിട്ട് ഉളുപ്പില്ലാതെ മാധ്യമ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് നിരന്തരമായി വർത്തമാനം പറയുക, അതിനുവേണ്ടി സമരം ചെയ്യുക. സത്യത്തിൽ കേരളത്തിന്, സാക്ഷര കേരളത്തിന് അപമാനമാണ് ഈ മാധ്യമ പ്രവർത്തകർക്കെതിരായി കേസെടുത്ത ഭീരുവായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഈ നിലപാട്. എന്തുകൊണ്ടായിരിക്കും സർക്കാർ ഇത്തരം നടപടികൾ അത് മാധ്യമങ്ങൾക്കെതിരെ സ്വീകരിക്കുന്നുണ്ടാവുക? കഴിഞ്ഞ കാലങ്ങളിൽ മറ്റു ചില മാധ്യമ പ്രവർത്തകരെ സ്വീകരിച്ചു, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വിനീതയ്ക്കെതിരെ സ്വീകരിക്കുന്നു. എന്താകും ഇത്തരം ഒരു സാഹചര്യത്തെ? സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും സമനില തെറ്റിയിരിക്കുന്നു. ഇങ്ങനെയാണോ ഒരു സംസ്ഥാനത്തിന്റെ ഭരണം നയിക്കേണ്ടത്? മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനത്തിനും അവർക്ക് സംരക്ഷണം കൊടുക്കാനല്ലേ സംസ്ഥാനത്ത് നിയമസമാധാന ചുമതലയുള്ള പോലീസ്? ആ പോലീസിൽ മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിക്ക് പോലീസിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ തെരുവ് ഗുണ്ടകളുടെയും തെമ്മാടികളുടെയും സംരക്ഷണത്തോടുകൂടി മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത്? അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ കരിങ്കൊടി കാണിക്കുന്നവരെ മുഴുവൻ പേപ്പട്ടിയെ തല്ലും പോലെ തല്ലാൻ DYFI CPM ഗുണ്ടകളുടെ അകമ്പടിയോടുകൂടി, അധോലോക ക്രിമിനൽ സംഘത്തിന്റെ അകമ്പടിയോടുകൂടി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സഞ്ചരിക്കേണ്ട ഗതികേട് വരിക എന്ന് പറഞ്ഞാൽ സാക്ഷര കേരളത്തിന് അപമാനമല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള അരക്ഷിതാവസ്ഥയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ അത്രയും ഹിംസാത്മകമായിട്ടുള്ള പ്രവർത്തികളാണ്. പൂർവ്വകാല ചരിത്രവും ഏതാണ്ട് അതാണ്. അതുകൊണ്ട് ആ അരക്ഷിതാവസ്ഥയാണ് മുഖ്യമന്ത്രിയെ, മാധ്യമപ്രവർത്തകരെ ഭയം, പ്രതിപക്ഷ കക്ഷികളെ ഭയം, എല്ലാവരെയും ഭയത്തോടു കൂടിയാണ് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി നോക്കിക്കാണുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിനെ പിന്താങ്ങാൻ, അതിന് പരിചയ തീർക്കാൻ ഒരു പാർട്ടിയും സംരക്ഷണം ഒരുക്കാൻ ഒരു ഗവൺമെൻറ്റും ഉണ്ടെങ്കിൽ സംസ്ഥാനത്ത് എന്തുമാകാമെന്നുള്ള ധിക്കാരവും ധാർഷ്ട്യവുമാണ് മുഖ്യമന്ത്രിയുടെയും അവരെ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെയും ഒക്കെ നിലപാടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രിമാരുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ നമ്മൾ കണ്ടു. VN വാസവൻ എന്ന് പറഞ്ഞ മന്ത്രി ദൈവിക തുല്യത ചാർത്തിക്കൊണ്ടാണ് പിണറായി വിജയനെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. ഈ അവസ്ഥയിലേക്ക് ഈ പാർട്ടിയും ഈ ഗവൺമെൻറ്റും അധപ്പതിച്ചു എന്നുണ്ടെങ്കിൽ ജനങ്ങൾ അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എല്ലാ ഏകാധിപതികൾക്കും ഉണ്ടാകുന്നതാണ് ഈ അരക്ഷിത ബോധം. എപ്പോഴും അവർ ഭയന്നുകൊണ്ടിരിക്കും. ആശങ്കയാണ്, ഉത്കണ്ഠയാണ്. തന്നെ ആക്രമിക്കാൻ വരുന്നുണ്ടോ, തൻ്റെ ശാരീരികവും അല്ലാത്തതുമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഭീഷണി ഉണ്ടാകുന്നോ എന്നൊരു വലിയ ഭയം. കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ അത്ര ഭീകരമാണ്, അത്ര ജനവിരുദ്ധമാണ്. നേരത്തെ KSU പ്രവർത്തകർക്ക് 308 എടുത്തതിനെതിരെ കോടതി പോലും വിമർശിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് 120B പ്രകാരം കേസെടുത്തിരിക്കുന്നത്. ഈ കേസ് ഒരു കാരണവശാലും കോടതി നിലനിൽക്കുന്നതല്ല. കോടതി വലിച്ചു കയറി NK പ്രേമചന്ദ്രൻ MP ശക്തമായി അപലപിക്കുകയാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ വിനീത VGക്കെതിരെ കേസെടുത്ത പോലീസിന്റെ നടപടിയെ. നവകേരള സദസ്സിലെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിനാണ് 24 റിപ്പോർട്ടർ വിനീത VGക്കെതിരെ കേസെടുത്തത്. പോലീസ് KSUവിന്റെ ഷൂവേർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തപ്പോൾ ആ പ്രതിഷേധ സ്ഥലത്ത് വിനീതയുണ്ടായിരുന്നു എന്ന് കാട്ടിക്കൊണ്ടുള്ള FIR ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കുറുപ്പംപടി പോലീസ് 5ാം പ്രതിയാക്കി വിനീത VGക്കെതിരെ കേസെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വധശ്രമം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ വിവിധ പ്രതികരണങ്ങൾ തേടുകയാണ്. ഈ പ്രതികരിച്ചവരെല്ലാവരും ഇതിനെ ഒറ്റക്കെട്ടായി അപലപിക്കുന്നു. ഇതിനെ നമ്മൾ കോടതിയിൽ വേണ്ടി വന്നാൽ നേരിടും എന്നുള്ളതാണ് 24ന്റെ നിലപാട്. ആ നിലപാട് ചീഫ് എഡിറ്റർ വ്യക്തമാക്കുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.